നമസ്കാരം, ഞാൻ രാജൻ വാര്യത്ത്. അഷ്വേഡ് പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് പറയാം. നമ്മൾ മ്യൂച്വൽ ഫണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, എല്ലാ ലൈഫ് ആൻഡ് ജനറൽ ഇൻഷുറൻസും ചെയ്യുന്നുണ്ട്. ഒപ്പം ലോൺ സർവീസ് ചെയ്യുന്നുണ്ട്. ഒപ്പം ടാറ്റ ഏജിയുടെ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വർക്ക് കൂടെ നടക്കുന്നുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പെൻഷൻ പ്ലാനെ കുറിച്ചാണ്. പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക്. കാരണം സർക്കാരിൻ്റെ ഒരു പെൻഷൻ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു 1000-1500 രൂപ എന്നുള്ള ലെവലിലൊക്കെയാണ് നമ്മൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്മളിപ്പം ഒരു സമയത്ത് ഇപ്പം ഈയിടെയായിട്ട് സർക്കാർ ജോലിയിലുള്ളവർക്ക് പോലും കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് കിട്ടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചായാലും അവർക്ക് ഒരു എക്സ്ട്രാ പെൻഷൻ എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസിൽ 2-3 കാര്യങ്ങളാണ് എടുക്കേണ്ടതെന്ന് പറയാം. ഒന്ന് പ്രൊട്ടക്ഷൻ പ്ലാൻ എടുക്കുക, പിന്നെ മറ്റൊന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഒന്നാണ് പെൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ആ പെൻഷൻ പ്ലാൻസിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ നല്ല സമയത്ത് പൈസയുള്ള വരുമാനമുള്ള കാലത്ത് തന്നെ ഒരു തുക നമ്മൾ മാറ്റിവെച്ച് ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിവെച്ച് അതിനുശേഷം നമ്മൾ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ചെറുമക്കൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായാലും നമ്മുടെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായാലും ഒക്കെ ആ സമയത്തേക്ക് ഉപകരിക്കുന്ന രീതിയിലൊരു പ്ലാൻ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൻഷനിൽ പല പ്ലാൻസ് ഉണ്ട്. NPS ഉണ്ട്, അങ്ങനെയുള്ള പല പ്ലാനുകൾ, SWP ഉണ്ട്, അങ്ങനെ പല പ്ലാനുകളുണ്ടെങ്കിലും ബോണസ് പ്ലാനുകളായിട്ട് പല കമ്പനികൾക്കും ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഗ്യാരണ്ടി പ്ലാനാണ്. ഗ്യാരണ്ടി പ്ലാനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. അതായത് ഫോർച്യൂൺ ഗ്യാരണ്ടി പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാനെ കുറിച്ചാണ്. ഫോർച്യൂൺ ഗ്യാരണ്ടി പ്ലസ് എന്ന് പറഞ്ഞത് ഫോർച്യൂൺ ഗ്യാരണ്ടി തന്നെയാണ്, ഗ്യാരണ്ടി ആയിട്ടുള്ള ഇൻകമാണ് കിട്ടുന്നത്. ഇതിൽ പ്രീമിയം അടയ്ക്കാവുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത് 5 വർഷം മുതൽ 12 വർഷം വരെ പ്രീമിയം അടയ്ക്കാവുന്ന ഒരു കാലയളവുണ്ട്. 12 വർഷം പ്രീമിയം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 13ാമത്തെ വർഷം തൊട്ട് ഇൻകം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ 13ാമത്തെ വർഷം തൊട്ട് ഇൻകം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 35 വർഷക്കാലം നമ്മൾക്ക് ആ ഇൻകം വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഹസ്ബൻഡിൻ്റെ പേരിലാണ് പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് വൈഫിന് കണ്ടിന്യൂ ചെയ്യും. ആ ഇൻകം വൈഫിന് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വൈഫിനും എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് അടുത്ത നോമിനിക്ക് പോളിസി സറണ്ടർ ചെയ്ത് കംപ്ലീറ്റ് മെച്യൂരിറ്റി തുക കിട്ടുക എന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ 12 വർഷക്കാലം നമ്മൾ അടയ്ക്കുമ്പോൾ 12 വർഷക്കാലം അടച്ച് 13ാമത്തെ വർഷം 5 വർഷം കൂടി നമ്മൾ ഹോൾഡ് ചെയ്ത് 18ാമത്തെ വർഷം തൊട്ട് ഇൻകം കിട്ടുകയാണെങ്കിൽ 30 വർഷക്കാലമാണ് ഇതിൻ്റെ ഇൻകം നമുക്ക് വന്നുകൊണ്ടിരിക്കുക. 30,000 രൂപയോളമാണ് മന്ത്ലി നമുക്ക് കിട്ടുക. നമ്മൾ എന്തൊക്കെ നമുക്കൊരു അഡീഷണൽ വരുമാനം ഉണ്ടെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു തുക നമ്മൾ ഒരുപക്ഷെ വേറെ പലതും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു 30,000 റുപ്പീസ് എന്ന് പറയുന്നത് അത്ര ചെറിയൊരു എമൗണ്ട് അല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 പേർക്കും എൻജോയ് ചെയ്യാവുന്ന, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് 2 പേർക്കും അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 30 ഇയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു ലൈഫ് സ്പാൻ അനുസരിച്ചുള്ളൊരു പീരീഡ് നമുക്ക് കിട്ടുന്നതാണ്. എൻഡ് ഓഫ് ദ പീരീഡിൽ നമ്മൾ അടച്ച തുകയായ 12 × 2 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അത് 2 ലക്ഷം തന്നെ വേണമെന്നില്ല കേട്ടോ. 1 ലക്ഷം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എമൗണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിങ്സ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷം എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ വെച്ചിട്ട് 24 lakhs റുപ്പീസാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിലും മൊത്തം ഈ പറയുന്ന നമ്മുടെ പോളിസി മെച്യൂരിറ്റി ആയി വരുമ്പോൾ 1,31 ലക്ഷം രൂപയോളം നമ്മളുടെ കയ്യിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം. നമ്മൾ ഏതൊക്കെ പ്ലാനുകളിൽ, ബോണസ് പ്ലാനുകളിൽ പോലും നമ്മൾ ബോണസ് പ്ലാൻ എന്ന് പറയുമ്പം നമുക്ക് ഒന്നും പറയാനായിട്ട് ഉറപ്പില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. എങ്കിലും പറയുമ്പം ഏത് പ്ലാനിലിട്ടാലും ഇത്രയും റിട്ടേൺസ് കിട്ടുന്ന ഒരു പ്ലാൻ ഇല്ല എന്ന് തന്നെ പറയാം. മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റിട്ടേൺസ്. പല പ്ലാനുകളും റിട്ടേൺസ് പറയുമെങ്കിലും അതൊക്കെ യൂലിപ്പ് കണക്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ബോണസ് കണക്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും. ഗ്യാരണ്ടി ആയിട്ടുള്ള രീതിയിലുള്ള ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഫോർച്യൂൺ ഗ്യാരണ്ടി പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനകത്ത് കൂടെ എക്സ്ട്രാ നമുക്ക് ഈ പറയുന്ന 12 വർഷക്കാലം അല്ലെങ്കിൽ 17 വർഷക്കാലം നമുക്ക് ഒരു ഡെത്ത് ബെനിഫിറ്റും ഉണ്ട്. ഡെത്ത് ബെനിഫിറ്റിൻ്റെ പുറമെ ഡെത്ത് ബെനിഫിറ്റ് കൂട്ടാനുള്ള ഒരു ചെറിയ പ്രീമിയം അടയ്ക്കാം. അതല്ലെങ്കിൽ എക്സ്ട്രാ റൈഡേഴ്സ്, സാധാരണ പറയുന്നത് പോലെ എക്സ്ട്രാ റൈഡേഴ്സ് ഇതിനകത്തുണ്ട്. അത് നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ട, എന്തെങ്കിലും നമുക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം അടയ്ക്കേണ്ടാത്ത രീതിയിലും നമുക്കിതിനകത്ത് ആ റൈഡേഴ്സെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ക്യാൻസർ, കാർഡിയാക്ക് പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും പ്രീമിയം അടയ്ക്കേണ്ടാത്ത രീതിയിലുള്ള റൈഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സംഗതികളുണ്ട്. ആക്സിഡൻ്റൽ ഡെത്തിന് എക്സ്ട്രാ റൈഡർ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരാവുന്നതാണ്.
അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു.